നമുക്ക് പൊതുവേ അറിയാവുന്ന രണ്ട് തരം ഡെലിവറീസ് ആണല്ലേ, ഒന്ന് നോർമലും ഒന്ന് സി സെക്ഷനും. പക്ഷേ അതിലുപരി ഇപ്പോൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. 3-4 ഡെലിവറീസ്, അത് ഈ സി സെക്ഷനും നോർമലും അല്ലാതെ തന്നെ വേറെ 2-3 ഡെലിവറീസും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം. പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ലക്ഷ്മി അമ്മൾ മാമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം മാഡം. മാം, നമുക്ക് പൊതുവേ ഉള്ളത് ഈ 2 ഡെലിവറീസ് ആണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഈ 2 ഡെലിവറി മാത്രമാണ്. അപ്പോൾ അതിലുപരി നമുക്ക് എത്ര ഡെലിവറീസ് ഉണ്ട്, അതിൽ നമുക്ക് ഇന്ന് ചൂസ് ചെയ്യേണ്ട ഡെലിവറി ഏതാണ് എന്നുള്ളത്? ഈ ടൈപ്പ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പറയാൻ പറ്റുന്നത്, ഒന്ന് നോർമലായിട്ട് വെജൈനൽ കൂടെ നോർമൽ സുഖപ്രസവം എന്ന് നമ്മൾ പറയുന്നൊരു കാര്യവും, 2 വയറ് കീറി ഒന്ന് പ്രകൃതിദത്തമായ പാതയിൽ കൂടെ കുഞ്ഞ് പുറത്തു വരുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും വരാൻ പാടില്ല. അതാണ് ഒരു സുഖപ്രസവം. അത് വെജൈനൽ കൂടെ വരുന്ന വെജൈനൽ ബർത്താണ്. അതിനെയാണ് നമ്മൾ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി, വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന അവസ്ഥ. അതിനും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. ഇതല്ലാത്ത തരം ഡെലിവറി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെ ഇല്ല എന്നാൽ വന്നേക്കാവുന്ന വാട്ടർ ബർത്ത്, ഇതിനെപ്പറ്റിയായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഡെലിവറി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് രണ്ടും യോനി ഭാഗത്തുകൂടെ വരുന്ന ഡെലിവറിയാണ്. പക്ഷേ അതിനകത്ത് ഒരു പ്രകൃതിദത്തമായ ഒരു പ്രോസസ്സിൽ കൂടെ വരുന്നൊരു കാര്യത്തിനെ നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കുന്നു. അതാണ് ഈ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. പക്ഷേ വാക്വം ഡെലിവറി എന്നും ഫോർസെപ്സ് ഡെലിവറി എന്നും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതിനെപ്പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ വാക്വം ഡെലിവറി വേറെയാണ്, ഫോർസെപ്സ് ഡെലിവറി വേറെയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും ഈ ടൈപ്പ് ഓഫ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നൊരു നോർമൽ ഡെലിവറിയും മറ്റതെല്ലാം ഒരു അബ്നോർമൽ ഡെലിവറിയുമാണ്. അതിനകത്ത് ഈ നോർമൽ ഡെലിവറിക്കകത്ത് നമ്മൾ ഈ വാട്ടർ ബർത്തിനെ നമുക്ക് ഉൾപ്പെടുത്താം. മറ്റത് അബ്നോർമൽ അല്ലെങ്കിലും സാധാരണയിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി. കാരണം അവിടെ നമ്മൾ ഒരു ഉപകരണം വെച്ച് കുഞ്ഞിൻ്റെ ആ ഒരു പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മളൊന്ന് എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പം അതാണ് ടൈപ്പ് ഓഫ് ഡെലിവറി എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരവായിട്ട് എനിക്ക് പറയാനുള്ളത്. മാം, ഇപ്പം വാട്ടർ ബർത്ത് ഡെലിവറി പറഞ്ഞല്ലോ, അപ്പോൾ അത് ഏത് കേസസിനാണ് നമ്മൾ കൂടുതലും സ്വീകരിക്കുന്നത് ഈ വാട്ടർ ബർത്ത് ഡെലിവറി? ഇത് അങ്ങനെ ഒരു ഏത് കേസസിന് സ്വീകരിക്കേണ്ട എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ ഈ വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു ചോദ്യം വരും. ഈ വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പ്രസവം തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഇപ്പം നമ്മൾ ഒരു പ്രസവ മുറിയിൽ ഒരു സ്ത്രീയെ ഗർഭിണിയെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അവരെ സാധാരണഗതിയിൽ ഒരു കട്ടിലിൽ മെത്തയുള്ള ഒരു കട്ടിലിൽ ബെഡിൽ കിടത്തുകയാണ് പതിവ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഒരു അവസാനത്തെ സ്റ്റേജ് എത്തുന്നിടം വരെ അവർ നടക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ നടക്കാറില്ല. പണ്ടത്തെ ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരുടെ ഒരു ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നടുവും താങ്ങി ഗർഭിണികൾ നടക്കുന്ന കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അല്ലെങ്കിൽ ഒരു കൊച്ചു വേദന വരുമ്പോഴും അയ്യോ എനിക്ക് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ പ്രോത്സാഹിപ്പിക്കും, നടക്കുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ തല താഴോട്ടിറങ്ങും, എളുപ്പം പ്രസവിക്കാൻ പറ്റും. ഇപ്പം അമ്മയും ഒക്കെ കണക്കാണ്. മോൾക്കൊരു ഇച്ചിരി വേദന വന്നു കഴിയുമ്പോൾ അയ്യോ എൻ്റെ മോൾക്ക് വയ്യ, ഡോക്ടറെ ഓടിവായോ എന്ന് വിളിക്കുന്ന വിദ്യാഭ്യാസമുള്ള അമ്മമാരെയും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ പ്രസവിക്കാൻ വരുമ്പോൾ അവരുടെ മുഖം മങ്ങുന്നതിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ. അപ്പോൾ ഈ ഗർഭിണിയെ കാണുമ്പോൾ നമ്മളൊന്നൊരു ആശ്വാസത്തിനായിട്ട് അമ്മയും ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഗർഭിണിയോട് സംസാരിക്കുന്നതാണ് കുറച്ച്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ കിടക്കുന്ന ബെഡ് അത് കംപ്ലീറ്റ് മാറും. വാട്ടർ ബർത്ത് എന്ന് പറഞ്ഞാൽ ആ ഗർഭിണി കിടക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ബെഡല്ല, അതൊരു വാട്ടർ ടബാണ്. നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ ടബ് പോലെ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു
വാട്ടർ ടബാണ്. അതിനകത്ത് സാധാരണ വെള്ളമല്ല, അതിനകത്തൊരു കറക്റ്റ് നമ്മുടെ ഒരു ബോഡി ടെമ്പറേച്ചറിലുള്ള ഒരു വെള്ളമാണ്, കുറച്ച് ചൂടുള്ള വെള്ളമാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഒരു 97-99 ആ ഡിഗ്രിയിലുള്ള വാം വാട്ടറാണ് അതിനകത്ത് നിറച്ചിരിക്കുന്നത്. അപ്പോൾ അവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതിനകത്താണ് ഗർഭിണി കിടക്കുന്നത്. അതിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് തലയൊന്നും അതിനൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. പക്ഷേ ശരീരം മൊത്തം എസ്പെഷ്യലി നമ്മുടെ ഇവിടുന്ന് താഴേക്ക് ആ വയറുള്ള സ്ഥലവും കാലും അവരുടെ പ്രൈവറ്റ് പാർട്സും എല്ലാം മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കട്ടിലിൽ കിടന്ന് തിരിയാനും മറിയാനും ഒക്കെ ഒരു പ്രയാസമല്ലേ, വെള്ളത്തിലാവുമ്പോൾ നമുക്കറിയാമല്ലോ വെള്ളത്തിൽ തിരിയാനും മറിയാനും എളുപ്പമാണ്. അതൊന്ന്. പിന്നെ നമ്മൾ പറയുന്നത് അവരുടെ വേദന കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും എന്നാണ്. ഈ വെള്ളത്തിലുള്ള കിടക്കുന്ന സമയത്ത് ഗർഭിണി അനുഭവിക്കുന്ന ആ വേദനയിൽ കുറച്ചൊരു ശാന്തി കിട്ടും. അതായത് വാട്ടർ ബാത്ത് ഒരു അനാൾജീസിയ കൊടുക്കും എന്നാണ്. ഈ നമ്മൾ വേദനാരഹിതമായ പ്രസവം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, അപ്പോൾ ഈ വാട്ടർ ബാത്ത് അതിന് സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ അത് ഒരു കോൺസെപ്റ്റ്. പക്ഷേ നമ്മുടെ പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട്, അമേരിക്കൻ കോളേജ് ഓഫ് ഗൈനക്കോളജിസ്റ്റൊക്കെ ഉണ്ട്. അവർ പറയുന്നത് അതിനൊരു തെളിവില്ല, പ്രൂഫില്ല. ഇവരുടെ വേദന കുറഞ്ഞ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ വേദന കുറയാമായിരിക്കും. അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കുഞ്ഞ് പുറത്തു വരുന്നത് അതാണ് മെയിൻ പാർട്ട്. കുഞ്ഞ് പുറത്തു വരുന്നത് ഈ വെള്ളത്തിലേക്കാണ്. കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഈ വെള്ളത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ ജനിച്ചു വീണ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ നമ്മുടെ സാധാരണ വെജൈനൽ ഡെലിവറിയിലുള്ളതുപോലെയാണ്. അതിൻ്റെ കോൺസെപ്റ്റ് ഇതായിരിക്കാം, കുഞ്ഞു വയറ്റിനകത്ത് കിടക്കുന്നു, വെള്ളത്തിനകത്ത് കിടക്കുന്നു, വെള്ളത്തിലേക്ക് തന്നെ വരട്ടെ. ഒരു ചേഞ്ച്, അത് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്നൊരു ചേഞ്ച് വരാതെ വെറിയിലേക്ക് വരുമ്പോൾ വെള്ളത്തിലേക്ക് തന്നെ വീഴുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നമുക്ക് ഒരു നോർമൽ പ്രസവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നല്ലപോലെ സപ്പോർട്ട് കൊടുക്കണം. അതായത് ആ ഗർഭിണിയുടെ ആ ഭാഗങ്ങൾ മുറിയാത്ത രീതിയിൽ കുഞ്ഞിൻ്റെ തല വരുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിലല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, വെള്ളത്തിലൊരു അടിയടിച്ചാൽ നമുക്ക് വേദന എടുക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വെള്ളത്തിനകത്തുള്ള പ്രോസസ്സിനകത്ത് കുറച്ചും കൂടെ ഒരു ആയാസരഹിതമാകാം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ നമ്മളാരും ആ വെള്ളത്തിൽ പ്രസവിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടും അതിവിടെ പ്രചാരത്തിലില്ലാത്തത് കൊണ്ടും ആധികാരികമായിട്ട്, അതായത് നമ്മളുടെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ അതിനകത്ത് പറയാവുന്ന ഒരു കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിച്ച് വീഴുന്നത് വെള്ളത്തിലേക്കാണ്. അപ്പോൾ അത് വെള്ളം വലിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കുഞ്ഞ് അമ്മയുടെ വയറ്റിനകത്തെ വെള്ളം വലിച്ച് ലങ്സിൽ കയറ്റി എന്നൊക്കെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിൽ അത് വലിച്ചു കയറ്റി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞ് വയറ്റിനകത്ത് കിടക്കുമ്പോൾ അത് ശ്വസിക്കും എന്നുണ്ടെങ്കിലും അതിൻ്റെ ലങ്സ് വികസിച്ചിട്ടില്ല. അത് ശ്വസിക്കും, വെള്ളം വിഴുങ്ങും, പക്ഷേ ഈ ചുറ്റുമുള്ള വെള്ളമൊന്നും അതിൻ്റെ ലങ്സിലേക്ക് കയറില്ല. പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയം ഈ നമ്മുടെ വായു ശരീരത്ത് സ്കിന്നിൽ തട്ടിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റിമുലസ് ആണ് കുഞ്ഞിന്. കുഞ്ഞ് പെട്ടെന്ന് ശ്വസിക്കും. അപ്പോൾ വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കുഞ്ഞ് അതിനകത്ത് വെച്ച് തന്നെ ശ്വസിക്കുമോ? അങ്ങനെ ശ്വസിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് വെള്ളം വലിച്ച് കയറ്റുമോ? കുഞ്ഞിന് ശ്വാസം മുട്ട് വരുമോ? ഇതൊക്കെ ആണ് ഇതിനകത്തെ ഒരു ഡൗട്ട് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇത് പ്രചരിപ്പിക്കുന്നവർ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ അങ്ങനത്തെ പ്രസവം എടുത്ത് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ. മാം, ഇപ്പോൾ ഇങ്ങനെ വാട്ടർ ബർത്ത് ഡെലിവറി ആണ്, എന്തൊക്കെ ഇൻഫെക്ഷൻസ് അങ്ങനെ കുഞ്ഞിനും അമ്മയ്ക്കും വരാനുള്ള ചാൻസസ് ഉണ്ടോ? എപ്പോഴും അതാണല്ലോ നമ്മൾ പറയും, വീട്ടിൽ പ്രസവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, നമ്മൾ കൈ കഴുകുന്നതൊക്കെ അണുവിമുക്തമല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിലാണെങ്കിലും നല്ലപോലെ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിലും വരും ഇൻഫെക്ഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അണുവിമുക്തമായിരിക്കണം,
നമ്മൾ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്നവരും അണുവിമുക്തമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഫെക്ഷൻ വരേണ്ട ആവശ്യമില്ല. അതൊരു കൺസേൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും തെളിവുകളില്ല. അങ്ങനെ വരും എന്നുള്ളതിന് തെളിവുകളില്ല. കുഞ്ഞിന് വാട്ടർ ബർത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള അത്രയും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ കയ്യിലില്ല. ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസിക്ക് നമുക്ക് ഈ വാട്ടർ ബർത്ത് അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ആർക്കൊക്കെ ഇത് നമ്മൾ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഉത്തരമാണ് കുറച്ചും കൂടെ സ്പെസിഫിക്. നമുക്ക് ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടിയ പ്രഗ്നൻസി, പിന്നെ അല്ലെങ്കിൽ പിന്നെ ഡയബറ്റിസ് ഉള്ളവർ, ഡയബറ്റിസ് ഉള്ളവർക്ക് ഉപയോഗിച്ചാലും ഈ കുഞ്ഞിന് വളർച്ചക്കുറവുള്ളത്, കുഞ്ഞിൻ്റെ ചുറ്റും ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുറവുള്ളവർക്ക്, അങ്ങനെ ഈ ഹൈ റിസ്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉള്ള പേഷ്യൻസിന്, അങ്ങനെയുള്ള പേഷ്യൻസിനൊന്നും നമുക്ക് വാട്ടർ ബർത്ത് ഉചിതമല്ല തന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ബർത്ത് ഡെലിവറി ചൂസ് ചെയ്താൽ അച്ഛനും അമ്മയും, അതായത് ആ കപ്പിൾസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അല്ല, അവർ ആൻറ്റിനേറ്റലി, അതായത് ഗർഭിണിയായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അവരിവിടെ വരുമ്പോൾ അവരറിയേണ്ട കാര്യങ്ങൾ, പ്രസവം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു എമർജൻസി, അത്യാഹിതങ്ങളും സംഭവിക്കാം. വളരെ പെട്ടെന്ന് ഗതി മാറി മറിയുന്ന ഒരു കാര്യമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നടക്കും എന്ന് വിചാരിച്ചൊരു പ്രസവത്തിന് ഇപ്പോൾ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ബുദ്ധിമുട്ട് വരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ സിസേറിയന് കൊണ്ടുപോകണം. അപ്പോൾ ഈ വാട്ടർ ബർത്തിൽ നിന്ന് പേഷ്യൻറ്റിനെ ഇറക്കി പിന്നെ അതിനകത്തേക്ക് മറ്റിടത്ത് കയറ്റി പിന്നെ വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടുതൽ വരും. പിന്നെ ആ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് കുഞ്ഞിന് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ പെട്ടെന്ന് മറുപിള്ള അകത്ത് വെച്ച് അങ്ങ് ഇളകി ബ്ലീഡിങ് പെട്ടെന്ന് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വാക്യൂം അല്ലെങ്കിൽ ഫോർസെപ്സ്, ഇപ്പോൾ നോർമൽ ഡെലിവറിക്ക് എല്ലാം തയ്യാറായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് വെച്ച്, പക്ഷേ അതിനും പേഷ്യൻറ്റിനെ ഇറക്കി നമ്മൾ വേറൊരിടത്ത് കയറ്റി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഡിലേ വരും. അങ്ങനത്തെ ഒരു സമയതാമസം ഇതിനകത്ത് വരാം, ഒരു കോംപ്ലിക്കേഷൻ ഇടയ്ക്ക് വരികയാണെങ്കിൽ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കണം. നമുക്ക് ഒരു പ്രഗ്നൻസിയും നമുക്ക് പറയാൻ പറ്റില്ല 100% നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. നമ്മൾ ആരും അങ്ങനെ പറയില്ല. ഡോക്ടറെ എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ നിമിഷത്തിൽ എല്ലാം ഓക്കെയാണ്, അടുത്ത നിമിഷത്തിൽ എന്തെങ്കിലുമൊക്കെ വരാം, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നമ്മളത് നോക്കിക്കോളും. അങ്ങനെ നോക്കുന്ന ചില കാര്യങ്ങളിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ വാട്ടർ ബർത്തിൽ നിന്ന് ഒരാളെ ഇറക്കി മറ്റിടത്തോട്ട് മാറ്റി കുറച്ച് ടൈം വ്യത്യാസമൊക്കെ നമുക്ക് വരാം. പിന്നെ തീരെ വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ വാട്ടർ ബർത്ത് പരീക്ഷണത്തിന് നമുക്ക് വിടാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ പ്രൊഫഷണൽ മെഡിക്കലി പറയുകയാണെങ്കിൽ ഇതിനോടൊരു കൗതുകം എന്നതിൽ കവിഞ്ഞ് ഇതിന് പ്രത്യേക അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നമുക്ക് തെളിഞ്ഞിട്ടില്ല. രോഗിയുടെ മൂവ്മെൻറ്റ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും, വെള്ളത്തിൽ കിടക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ വേദന കുറവായിരിക്കും, ഒരു പുതിയ കാര്യം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കുറേ ശ്രദ്ധ അങ്ങോട്ട് പോകുമല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻറ്റേജസ് അതിനെ കാണാമായിരിക്കും. പക്ഷേ അതിൽ കൂടുതലുള്ള അഡ്വാൻറ്റേജസ് ഒന്നും നമ്മുടെ മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ബോഡീസോ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് കേട്ടത് വാട്ടർ ബർത്ത് ഡെലിവറിയെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഡിഫക്ട്സ് എങ്ങനെയാണ്, എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടാണ് ഡോക്ടർ ലക്ഷ്മി മാം നമ്മളോട് പറഞ്ഞത്. വീണ്ടും അടുത്ത വീഡിയോയിലോട്ട് കാണാം.